നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിബാൽ, കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ആൻമരിയ സണ്ണിയിലേക്കാണ്. ആൻമരിയ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ മധ്യ കേരളത്തിൽ ഇന്ന്? ആൻമരിയ. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. പ്രധാനമായിട്ടും മധ്യകേരളത്തിൽ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് നടക്കുന്നത്. ഒന്ന് തൃശൂർ കേന്ദ്രീകരിച്ചുള്ള വാർത്തയാണ്. മറ്റത്തൂരിൽ നടക്കുന്ന BJP കോൺഗ്രസ് സഖ്യം അതിൽ ഒരു രാഷ്ട്രീയമായുധമാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് LDF. അതുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നൊരു മറ്റത്തൂർ കോടാലിയിൽ LDF ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന യോഗത്തിൽ DYFI നേതാവായിട്ടുള്ള ജെയ്ക്സി തോമസ് ആണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് അംഗങ്ങൾ BJP സഖ്യത്തിൽ ചേർന്നിരിക്കുന്ന രാജിവെച്ച് BJP ചേർന്നിരിക്കുന്ന ഈ കോൺഗ്രസ് അംഗങ്ങൾ തങ്ങൾ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണ് എന്നും തങ്ങളെ കേൾക്കണമെന്ന് DCCയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു പ്രതികരണം അത് DCCയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടില്ല. മറ്റൊന്ന്, ഈ വാർഡ് മെമ്പർമാരെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ അവർ നേതാക്കന്മാർക്കെതിരെ ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങുക എന്നതാണ് DCCയുടെ മുൻപിലുള്ള ഒരു വഴിയും. അതുതന്നെയാണ് DCC തീരുമാനിക്കുന്നതും. ഇത് തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചുള്ള നടക്കുന്ന ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന് കൊച്ചിയുമായി കേന്ദ്രീകരിച്ചാണ്. അത് വെങ്ങോല പഞ്ചായത്തിലാണ്. വെങ്ങോല പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം അത് കോറം തികയാത്തതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കാതിരുന്നത്. ആ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 24 സീറ്റുകളാണ് ആകെയുള്ളത്. അതിൽ 8 LDF, 6 2020, ഒരു SDPI എന്നിങ്ങനെയാണ് കക്ഷി നിലനിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്നിരുന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ LDFും 2020യും വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് കോറം തികയാത്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. അങ്ങനെയാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഉന്മേഷ് മധ്യകേരളത്തെ സംബന്ധിച്ച് ഇന്ന് നിലനിൽക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ശ്രീലേഖ VK പ്രശാന്ത് തർക്കത്തിൽ ഇടപെടാതെ BJP വിഷയം ഏറ്റെടുത്താൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അധികാരമേറ്റ് 2ാം ദിവസം തന്നെ ശ്രീലേഖ സ്വീകരിച്ച നിലപാട് BJP വെട്ടിലാക്കിയിരുന്നു. വാടക നൽകി കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് ഒഴിയാൻ ശ്രീലേഖ ആവശ്യപ്പെട്ട നീക്കം എങ്ങനെ പരിഹരിക്കണമെന്ന കാര്യത്തിൽ കോർപ്പറേഷനിലും വ്യക്തതയില്ല. സൗഹൃദത്തിന്റെ പുറത്താണ് ശ്രീലേഖ ആവശ്യം ഉന്നയിച്ചത് എന്നാണ് മേയർ VV രാജേഷ് ഇന്നലെ പ്രതികരിച്ചത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ 4 വയസ്സുള്ള മകൻ ഗിൽദറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം എന്ന സംശയത്തിൽ പോലീസ്. കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്ത മാതാവ് മുന്നി ബീഗത്തിന്റെയും സുഹൃത്ത് തൻബീർ ആലത്തിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിന്റെ കഴുത്തിൽ കണ്ട പാടുകളാണ് കൊലപാതകം എന്ന സംശയത്തിലേക്ക് നയിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് കൊലപാതകമാണോ എന്ന് പോലീസിന് ഉറപ്പിക്കാൻ കഴിയും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങിയ കുട്ടി വൈകിട്ട് അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് മാതാവ് ഡോക്ടറോട് പറഞ്ഞത്. കുഞ്ഞിനെ വിശദമായി പരിശോധിച്ച ഡോക്ടറാണ് കഴുത്തിൽ മുറുകിയ 2 പാടുകൾ കണ്ടെത്തിയത്. കോഴിക്കോട്ടേക്കാണ് നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളുമായി നിഖിൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? ഉന്മേഷ്, മലബാറിൽ നിന്ന് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് ഒന്ന്, കോഴിക്കോട്ടേക്ക് വരുമ്പോൾ നേരത്തെ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ചേവായൂർ പോലീസ് എടുത്ത കേസിൽ ഇന്നിപ്പോൾ N സുബ്രഹ്മണ്യൻ, KPCCയുടെ രാഷ്ട്രീയ കാര്യ സമിതി അംഗമായിട്ടുള്ള N സുബ്രഹ്മണ്യൻ ഇന്ന് ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്നുള്ളതാണ് ഒരു വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ഇന്ന് ഹാജരാകാനുള്ള നിർദ്ദേശങ്ങൾ ചേവായൂർ പോലീസ് നൽകിയിരുന്നു. നേരത്തെ അദ്ദേഹത്തെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തത് വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു. പ്രത്യേകം, അതായത് ഒരു പരാതിയില്ലാതെ സ്വമേധയാ പോലീസ് കേസെടുക്കുകയും തന്നെ നിർബന്ധപൂർവ്വം വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി ആരുടെയോ ഉന്നത തലത്തിലുള്ള നിർദ്ദേശപ്രകാരമാണ് തനിക്കെതിരെ നടപടിയെടുത്തത് തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളൊക്കെ N സുബ്രഹ്മണ്യൻ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, വലിയ പിന്തുണ അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയ പിന്തുണ ലഭിക്കുകയും പോലീസിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ഒക്കെ ചെയ്ത വിഷയമാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ അദ്ദേഹത്തോട് ഇന്ന് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അദ്ദേഹം ഹാജരാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഹാജരായേക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ അടക്കം ഇതിനോടകം തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. അത് സൈബർ സെല്ലിന്റെ പരിശോധനയിലാണ്. അദ്ദേഹം പങ്കുവച്ച ചിത്രങ്ങളിൽ ഒന്ന് AI ചിത്രമാണ് എന്നുള്ള സംശയം പോലീസിനുണ്ട്. അദ്ദേഹം അത് ഏറെക്കുറെ അക്കാര്യത്തിലൊരു വ്യക്തത കുറവ് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്തയായി മലബാറിൽ നിന്ന് വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയ അധ്യക്ഷന്മാരെയൊക്കെ തെരഞ്ഞെടുത്തു. എന്നാൽ കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ഇനിയും പ്രസിഡന്റ് ആയിട്ടില്ല. കാരണം അവിടെ കഴിഞ്ഞ ദിവസം ഒരു തർക്കമുണ്ടാവുകയും
തെരഞ്ഞെടുപ്പ് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയുമായിരുന്നു. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കത്തിന് പരിഹാരമായതോടുകൂടി ഇന്നിപ്പോൾ UDF അംഗങ്ങൾ വോട്ട് ചെയ്യാൻ എത്തും. നേരത്തെ UDFന്റെ മുഴുവൻ അംഗങ്ങളും പ്രസിഡന്റ് സ്ഥാനാർത്ഥി അടക്കമുള്ള മുഴുവൻ അംഗങ്ങളും വോട്ട് ചെയ്യാൻ എത്താതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഈ വോട്ടെടുപ്പ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ നിശ്ചയിച്ച ഉഷ എന്ന നായർ തന്നെയാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി. ഇരിക്കൂർ MLA സജീവ് ജോസഫിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ചർച്ചകളാണ് ഒടുവിൽ ഫലം കണ്ടത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വോട്ട് ചെയ്യാൻ മറ്റംഗങ്ങൾ എത്തുമെന്നുള്ള വിവരം അറിയുന്നത്. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ NDAയുടെ ഏക അംഗം തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും നമുക്ക് ഇന്ന് അറിയാൻ കഴിയും. പെരിയയിൽ BJP അംഗവും കോൺഗ്രസ് മെമ്പർമാരും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹം KPCCക്ക് ഒരു പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരമായതിനാൽ നേരത്തെ തെരഞ്ഞെടുപ്പിൽ വിട്ടുനിന്ന ഈ അംഗങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്നും നമ്മൾ അറിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളാണ് പ്രധാനമായും ഇന്ന് മലബാറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം തിരുവാലി പഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 10 മണിക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രസിഡന്റ് സ്ഥാനം വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ലീഗ് തർക്കമുണ്ടായിരുന്നു. UDF അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ ക്വാറം തികയാതെ വരികയും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയുമായിരുന്നു. UDF നേതൃത്വം ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ തർക്കത്തിന് പരിഹാരമായിട്ടുണ്ട്. മലപ്പുറം നിലമ്പൂർ വനത്തിൽ സ്വർണ്ണഖനനം നടത്തുന്നതിനിടെ അറസ്റ്റിലായവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന ഉപാധിയോടെയാണ് വിട്ടയച്ചത്. തുടരന്വേഷണത്തിനായി കേസുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് വനവകുപ്പ് കോടതിയിൽ സമർപ്പിക്കും. ചാലിയാർ പുഴയുടെ ആയിരവല്ലി ഭാഗത്ത് സ്വർണ്ണഖനനം നടത്തുന്നതിനിടെ 7 പേരെ ഇന്നലെയാണ് വനവകുപ്പ് പിടികൂടിയത്. മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ചായിരുന്നു മണൽ ഊറ്റിയെടുത്തത്. ചാലിയാർ പുഴയുടെ നിലമ്പൂർ മേഖലയിലെ മണലിൽ സ്വർണ്ണത്തിന്റെ അംശമുണ്ട്. ഇനിയും തിരുവനന്തപുരത്തേക്കാണ് മനീഷ് മഹിബാൽ ചേരുന്നുണ്ട്. ഇപ്പോൾ മനീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇന്ന് തെക്കൻ കേരളത്തിൽ ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ? മനീഷ്. ഉന്മേഷ് നേരത്തെ നമ്മൾ പറഞ്ഞ വാർത്ത തന്നെ. സംസ്ഥാനത്ത് 6 പഞ്ചായത്തുകളിലാണ് ഇന്ന് പ്രസിഡന്റ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമായും അത് കാസർകോട്ടെ പുല്ലൂർ പെരിയ, മലപ്പുറത്തെ തിരുവാലി, എറണാകുളത്തെ വെങ്ങോല, കോട്ടയത്തെ എരുമേലി, ആലപ്പുഴയിലെ നെടുമുടി, വിയ്യപുരം എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് അലയൊലികൾ മാറുന്നതിന് മുൻപ് തന്നെ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റും തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് രാവിലെ തന്നെ ആരംഭിക്കും. പിന്നീട് പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് CPIയുടെയും CPMന്റെയും നേതൃയോഗങ്ങളുണ്ട്. CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും സംസ്ഥാന കമ്മിറ്റി ഉണ്ടാകും. CPIയുടെ ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന നിർവാഹക സമിതി യോഗവും നാളെ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമല സ്വർണ്ണ കൊള്ളയടക്കം അത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന വിലയിരുത്തലിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടായിരുന്നു. PM ശ്രീ വിവാദവും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമല്ല, ഭൂരിപക്ഷ വോട്ടുകളും CPMൽ നിന്ന്, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തു നിന്നും അകന്നു പോകാൻ കാരണമായി. പ്രത്യേകിച്ചും ശബരിമലയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ താഴെത്തട്ടിലടക്കം പറഞ്ഞ് പാർട്ടി അതിന് വിശദീകരണം നൽകുന്നത് വലിയ പോരായ്മയുണ്ടായി, വലിയ വീഴ്ചയുണ്ടായി എന്ന വിലയിരുത്തൽ സംസ്ഥാന കമ്മിറ്റിയിലടക്കം ചർച്ചയായി. ഒപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലടക്കം വലിയ പ്രശ്നങ്ങളുണ്ടായത്, നടത്തേണ്ടിയിരുന്നോ അടക്കമുള്ള വിഷയങ്ങൾ ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായി. ഒപ്പം തന്നെ ഇടത് LDF യോഗത്തിൽ കേരള കോൺഗ്രസ് വിട്ടുനിന്നതും വലിയ പ്രധാനപ്പെട്ട വിഷയം മാറി. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിലും ഭാവി പരിപാടികൾ, ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ തരത്തിലുള്ള നയപരിപാടികൾ സ്വീകരിക്കണമെന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. CPIയുടെ യോഗങ്ങളിലും വീഴ്ച സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലേക്ക് CPI അതിനെ ചർച്ച ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ നാളെയാണ് ഡിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ഈ വിഗ്രഹക്കടത്ത് ആരോപണ വിധേയനായിട്ടുള്ള D മണിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി നാളെ ആണ് ഈഞ്ചക്കൽ ഓഫീസിലേക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്, എത്താൻ വേണ്ടി നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇയാളുടെ കൂട്ടാളികളെന്ന് സംശയിക്കുന്ന ശ്രീകൃഷ്ണൻ, ബാലമുരുകൻ എന്നിവരെ കൂടി നാളെ എത്താൻ അറിയിച്ചിട്ടുണ്ട്. ഈ കേസിൽ നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2 FIR ആണ് പോലീസ് SIT രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ വിഗ്രഹക്കടത്ത് ആരോപണത്തിൽ എന്തെങ്കിലും തരത്തിൽ തെളിവ് ലഭിക്കാൻ 3ാമതൊരു FIR കൂടി രജിസ്റ്റർ ചെയ്ത് ഇവരെ കൂടി പ്രതി ചേർക്കാനാണ് ആലോചന. ഒപ്പം തന്നെ ഈ ആദ്യത്തെ കേസുകളിലെ പ്രതികളായിട്ടുള്ള പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ അടക്കമുള്ള ആളുകൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇവരെ നിലവിൽ കസ്റ്റഡിയിൽ ലഭിച്ച് കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇന്ന് ഇവർക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ കൊടുക്കുമെന്ന വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഗോവർദ്ധനെയും ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയും D മണിയും ഒരുമിച്ചിട്ട് ചോദ്യം ചെയ്യാനായിരിക്കും ആലോചന. ഒപ്പം തന്നെ ഈ വിദേശ വ്യവസായിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി, അതായത് ഈ വിദേശ വ്യവസായി ആദ്യം മൊഴി നൽകിയിരുന്നു. ഇനി വിദേശ വ്യവസായിയെ നേരിട്ട് വിളിച്ചു വരുത്തി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മൊഴിയെടുക്കുമെന്ന വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ജില്ലയിലെ 2 പഞ്ചായത്തുകളിൽ ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. ക്വാറം തികയാത്തതിനെ തുടർന്ന് നെടുമുടി, വിയ്യപുരം പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് മാറ്റിവെച്ചത്. പാർട്ടി തീരുമാനിച്ച പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വിജയിച്ചുവന്ന CPIM അംഗങ്ങൾ അംഗീകരിക്കാതെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയായിരുന്നു. ഇന്നലെ നടന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ CPIM ജില്ലാ നേതൃത്വം നേരിട്ട് പങ്കെടുത്ത് വിജയിച്ചവരെ അനുനയിപ്പിച്ചതോടെ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. LDF അംഗങ്ങൾ ഇന്ന് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യും.
പത്തനംതിട്ട റാന്നി ഇട്ടിയപ്പാറയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ഒരാൾ മരിച്ചു. പരിക്കേറ്റ 3 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഷിജോ കുര്യനുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ഷിജോ, എന്താണ് അപകടത്തിന്റെ വിശദാംശങ്ങൾ? ഷിജോ കുര്യനാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഷിജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ഇന്നലെ രാത്രി 12:30യോടുകൂടിയാണ് ആന്ധ്ര സ്വദേശികളായിട്ടുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ട്രാവലർ വാൻ അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം തെറ്റി കടയിലേക്ക് ഇടിച്ചു കയറി ഒരു തീർത്ഥാടകൻ മരിച്ചു. 11 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റ 8 പേരെ വിവിധ ആശുപത്രികളിലായിട്ട് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശബരിമല തീർത്ഥാടനം നടയടച്ചതുകൊണ്ട് തന്നെ ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇട്ടിയപ്പാറയ്ക്ക് അടുത്ത് മറ്റു കാര്യങ്ങളൊക്കെ നടത്തി വരികയായിരുന്നു. ഇന്നലെ കുറ്റൂർ സന്ദർശിച്ചതിന് ശേഷം കുറ്റാലിലേക്ക് പോയിട്ട് തിരികെ വരുന്ന വഴിക്കായിരുന്നു ഈ അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിക്കേറ്റ ആളുകൾ 8 പേരിൽ പല ആളുകളെയും കോട്ടയം, പാല, റാന്നി അടക്കമുള്ള വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആന്ധ്ര സ്വദേശികളുടെ വാഹനമാണ് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. ഉന്മേഷ്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ടൂറിസ്റ്റ് വാൻ ബൈക്കിലിടിച്ച് മറിഞ്ഞ അപകടം. 7 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. മനീഷ് മഹിബാലുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഈ ഗുരുതര പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെ? വിവരങ്ങൾ മനീഷ്. ഉന്മേഷ്, ഇന്നലെ രാത്രി 11:30 കഴിഞ്ഞാണ് ഈ അപകടം MC റോഡിൽ ഉണ്ടാകുന്നത്. ആലന്തറ ജംഗ്ഷനിൽ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. നാഗർകോവിൽ തക്കലിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന ടൂറിസ്റ്റ് വാനും എതിർ ദിശയിൽ നിന്ന് വന്ന ബൈക്കും കൂടെ കൂട്ടിയിടിച്ചാണ്, ഈ നിയന്ത്രണം തെറ്റിയ വാനും കൂടെ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന വെഞ്ഞാറമൂട് സ്വദേശി നന്ദു, 26 വയസ്സാണ്. നന്ദുവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വാനിലെ ഡ്രൈവർ ഉൾപ്പെടെ 11 പേരാണ് ഈ വാനിൽ ഉണ്ടായിരുന്നത്. ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തക്കല സ്വദേശികളായ സൗമ്യ, ഗിരിജ, മഹാദേവൻ, വിജയ, ഋതീഷ്, ഷൈനി എന്നിവർക്കാണ് പരിക്കേറ്റുള്ളത്. ഇതിൽ സൗമ്യ, ഗിരിജ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റവരെ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുലർച്ചെയോടെ പ്രവേശിപ്പിച്ചിരുന്നു. നിലവിൽ ഈ 6 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്നാലും നിലവിൽ ഇത് സംബന്ധിച്ച് ഈ അപകടത്തെ സംബന്ധിച്ചുള്ള CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഉന്മേഷ്. ശരി, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. പുതുവത്സരാഘോഷത്തോട് അനുബന്ധിച്ച് ഫോർട്ട് കൊച്ചിയിലെ ലഹരി പാർട്ടികൾക്ക് പൂട്ടിടാൻ പോലീസും എക്സൈസും റിസോർട്ടുകളിൽ ഉൾപ്പെടെ പരിശോധന ശക്തമാക്കാൻ തീരുമാനം. പരിശോധനയ്ക്ക് പ്രത്യേക സ്ക്വാഡും രൂപീകരിക്കുമെന്ന് ഫോർട്ട് കൊച്ചി പോലീസ് അറിയിച്ചു. ന്യൂ ഇയർ ആഘോഷിക്കാനാണ് വിദേശികളടക്കം 10,000 ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നത്. ഫോർട്ട് കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ നിശാ പാർട്ടികൾ സജീവമാകുമെന്നാണ് പോലീസിന് ലഭിച്ച റിപ്പോർട്ട്. അനുമതിയില്ലാതെ നിശാ പാർട്ടികൾ നടത്തുന്നതിന് പൂട്ടിടാനാണ് തീരുമാനം. ലഹരി പരിശോധന തടയാൻ പബ്ബുകളിലും റിസോർട്ടുകളിലും പരിശോധനയ്ക്ക് പ്രത്യേക സ്ക്വാഡ് ഇറങ്ങും. ഇവിടുത്തെ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, പിന്നെ ഹോം സ്റ്റേ, മറ്റ് സ്ഥാപനങ്ങളിലും ആളുകൾ തങ്ങുന്നത് വ്യക്തമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അവിടെ ഡ്രഗ്സ് അതുപോലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വിശദമായിട്ട് പരിശോധിക്കുന്നതിനായിട്ട് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഈ മാസം 31 വരെ ഫോർട്ട് കൊച്ചിക്ക് പുറത്തുനിന്ന് എത്തുന്നവരെ നിരീക്ഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. കേരളത്തിലെ ന്യൂ ഇയർ ആഘോഷത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചി. വെളിച്ചം വിതറി നിൽക്കുന്ന മഴമരവും പാപ്പാഞ്ഞിയെയും കാണാൻ ഫോർട്ട് കൊച്ചിയിൽ വൻ തിരക്കാണ്. 24 കൊച്ചി. കാഴ്ചയ്ക്കൊപ്പം അറിവ് നൽകുന്നതായിരുന്നു ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 5ാം പതിപ്പ്. ഫെസ്റ്റിന്റെ ഭാഗമായി എത്തിയ നാവികസേനയുടെ പ്രതിരോധ കപ്പലായ INS കൽപ്പേനി സന്ദർശിക്കാൻ നിരവധി പേരാണ് എത്തിയത്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിനെത്തുന്നവർ ആദ്യം എത്തുന്നത് ഈ യുദ്ധക്കപ്പൽ കാണാനാണ്. ഇന്ത്യൻ നാവികസേനയുടെ പ്രതിരോധ കപ്പലായ INS കൽപ്പേനി. പലർക്കും ഇത് പുതിയൊരനുഭവമായിരുന്നു. കപ്പലിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരണം ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. വെരി നൈസ് ടു എക്സ്പീരിയൻസ് എവരിവൺ. എല്ലാവർക്കും പറ്റുമെങ്കിൽ വന്ന് കാണുക എന്നുള്ളത് നല്ലൊരു സംഭവമായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനത്തെ പരിപാടികൾ വീണ്ടും ഉള്ളത് നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് ഇത് കണ്ട് അനുഭവിക്കാനും അതിനെപ്പറ്റി കൂടുതൽ അറിയാനുമുള്ള ഒരു അവസരമാണുള്ളത്. നല്ലതാണ്, ഇഷ്ടമായി. ഐ ഫീൽ ഗുഡ്. നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചതെന്ന് ക്യാപ്റ്റൻ ജിത്തു ജോസഫ്. സാധാരണക്കാർക്ക് യുദ്ധക്കപ്പലുകളെ കുറിച്ച് ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. We have a very enthralling audience because we got almost 4,000 visitors on board within the past 2 days. Give them a glimpse of role of the Indian Navy and also to enhance their knowledge on maritime security of the country.
2010 ശേഷം കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലാണിത്. തീരസംരക്ഷണം, കടൽ നിരീക്ഷണം, വേഗത്തിലുള്ള ആക്രമണ ദൗത്യങ്ങൾ എന്നിവയാണ് കൽപ്പേനിയുടെ ചുമതലകൾ. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് കടന്നുകളഞ്ഞ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പിടിയിലായി. തെങ്കാശിയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ബാലമുരുകൻ പിടിയിലായത്. സൂരജ് സജി ഇപ്പോൾ തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ഈ ബാലമുരുകനെ എപ്പോഴാണ് ഇനി തിരികെ എത്തിക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? തൃശ്ശൂരിലെ വെയ്യൂരിൽ നിന്ന് തമിഴ്നാട് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ബാലമുരുകൻ കടന്നു കളഞ്ഞത്. പിന്നീട് 1.5 മാസത്തോളം കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വലിയ പരിശോധനയും പലതവണ ബാലമുരുകന് വേണ്ടി പോലീസ് വലവിരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ബാലമുരുകൻ പിടിയിലായിരുന്നില്ല. ഇന്നലെ ഈ തെങ്കാശി ജില്ലയിൽപ്പെടുന്ന ഊത്തുമല എന്ന് പറയുന്ന പ്രദേശത്ത് ഈ വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് ബാലമുരുകൻ പോലീസിന്റെ പിടിയിലായത്. ഈ വാഹനത്തിൽ വരികയായിരുന്നു ബാലമുരുകൻ. ഈ ബാലമുരുകനെ തിരിച്ചറിയുകയും പോലീസ് തിരിച്ചറിയുകയും പിന്നീട് കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ബാലമുരുകൻ സ്വന്തം വീട്ടിലേക്ക് ആട് മേയ്ക്കാൻ പോയ ആളുടെ വേഷം മാറി വരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്ത ബാലമുരുകൻ പിന്നീട് ഒരു കിടങ്ങിൽ വീണ് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. അവിടെ നിന്നൊക്കെ സാഹസികമായി തന്നെ ബാലമുരുകൻ രക്ഷപ്പെട്ടു. ഇതിനിടയിൽ ഭാര്യ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അന്നും പോലീസാകട്ടെ ഈ മെഡിക്കൽ കോളേജിലൊക്കെ വലിയ പോലീസ് വിന്യാസം നടത്തി ഭാര്യയെ കാണാൻ ബാലമുരുകൻ വരുമോ എന്നൊക്കെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെയും ബാലമുരുകൻ എത്തിയില്ല. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇപ്പോൾ വാഹന പരിശോധനയ്ക്കിടെ ബാലമുരുകൻ പിടിയിലായിരിക്കുന്നത്. ഉന്മേഷ്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരു യലഹങ്കയിലെ കുടിയൊഴിപ്പിക്കലിൽ കർണാടക സർക്കാർ വിളിച്ച നിർണായക യോഗം ഇന്ന്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിലാണ് യോഗം. വൈകിട്ട് ചേരുന്ന യോഗത്തിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും പങ്കെടുക്കും. AICCയുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. കുടിയൊഴിപ്പിച്ചവരെ പുനരധിവസിപ്പിക്കുമെന്ന് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. യലഹങ്ക, വസീം ലേഔട്ടിലെ ഫക്കീർ കോളനിയും സമീപ പ്രദേശങ്ങളും കഴിഞ്ഞ 20 പുലർച്ചെയാണ് ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റി ഒഴിപ്പിച്ചത്. മാലിന്യ സംസ്കരണത്തിനായി നീക്കിവെച്ച ക്വാറി കയ്യേറി എന്ന് കാണിച്ചായിരുന്നു നടപടി. ആരവല്ലി കുന്നുകളുടെ വിവാദമായ നിർവചനവും ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളും സംബന്ധിച്ച കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. സുപ്രീംകോടതി സ്വമേധയാണ് വിഷയം പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് JK മഹേശ്വരി, ജസ്റ്റിസ് AG മാസിക് എന്നിവരടങ്ങുന്ന സുപ്രീംകോടതിയുടെ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. ആരവല്ലി പർവ്വതനിരയുടെ പുതിയ നിർവചനം കേന്ദ്രം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് വിവാദം ആരംഭിച്ചത്. ദുർബലമായ പർവ്വത ആവാസ വ്യവസ്ഥ ഖനനത്തിനായി തുറന്നുകൊടുക്കാനാണ് നീക്കമെന്ന് ആരോപിച്ച് പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും പ്രതിഷേധം തുടരുകയാണ്. സുസ്ഥിര ഖനനത്തിനായുള്ള സമഗ്രമായ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നതുവരെ ആരവല്ലിയിലെ ഖനനത്തിനുള്ള പുതിയ പാട്ടങ്ങൾ സുപ്രീംകോടതി നിർത്തിവച്ചിട്ടുണ്ട്. ഉന്നാവ് ബലാത്സംഗ കേസിൽ BJP മുൻ MLA കുൽദീപ് സംഘാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിന് എതിരായ അപ്പീലുകൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കേസിന്റെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് പ്രത്യേക സിറ്റിംഗിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്നത്. CBI നൽകിയ അപ്പീലും ജാമ്യം നൽകിയതിന് എതിരായ പൊതുതാൽപര്യ ഹർജിയുമാണ് സുപ്രീംകോടതിക്ക് മുൻപാകെയുള്ളത്. ഡൽഹി ഹൈക്കോടതി നടപടി നീതിന്യായ വ്യവസ്ഥയ്ക്കുമേലുള്ള പൊതുജന വിശ്വാസം തകർക്കുന്നത് എന്ന് CBI അപ്പീലിൽ ആരോപിച്ചു. മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NCPയുടെ ഇരുഭാഗങ്ങളും പ്രാദേശിക സഖ്യങ്ങൾ രൂപീകരിക്കാൻ ശ്രമം തുടരുന്നു. പിംപ്രിം ചിൻവാൻ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ശരത് പവാറിന് NCPയുമായി സഖ്യത്തിൽ മത്സരിക്കുമെന്ന് അജിത് പവാർ പറഞ്ഞു. പുണയിലും സഖ്യത്തിനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ചർച്ചകൾ നിലവിൽ വഴിമുട്ടിയിരിക്കുകയാണ്. ശരത് പവാറിന്റെ സ്ഥാനാർത്ഥികളും ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് അജിത് പവാർ കടുംപിടുത്തം തുടരുകയാണ്. പുണെ കോർപ്പറേഷനിൽ ഇനി സഖ്യസാധ്യത ഇല്ലെന്നാണ് ഇന്നലെ ശരത് പവാർ പക്ഷ നേതാവ് സുപ്രിയ സുലെ വ്യക്തമാക്കിയത്. 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 24 കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീട് ഭവന പദ്ധതിയിൽ ഒരു കുടുംബത്തിന് കൂടി വീടൊരുങ്ങി. പാലക്കാട് കുഴിഞ്ഞാമ്പാറ സ്വദേശികളായ ദിനേശിനും കുടുംബത്തിനുമാണ് പുതിയ വീട് നിർമ്മിച്ചു നൽകിയത്. 24 പാലക്കാട് പ്രതിനിധി ആയിഷത്തുൽ ഷംന വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഈ കാണുന്ന ചെറിയ ഷെഡിലായിരുന്നു കാലങ്ങളായി ഓട്ടോറിക്ഷ ഡ്രൈവറായ ദിനേശിന്റെയും കൂലിപ്പണിക്കാരിയായ ഭാര്യ ദിവ്യയുടെയും താമസം. കൊഴിഞ്ഞാമ്പാറ നാട്ടുകൽ സ്വദേശികളാണ് ഇരുവരും. സ്വസ്ഥമായി കിടന്നുറങ്ങാൻ വൃത്തിയുള്ള ഒരു വീടെന്ന സ്വപ്നം കുടുംബത്തിന് അകലെയായതോടെയാണ് 24 കണക്റ്റിനെ സമീപിക്കുന്നത്. 24 കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീട് ഭവന പദ്ധതിയിൽ പാലക്കാട് ജില്ലയിലെ 8ാമത്തെ വീടാണിത്. 24 പാലക്കാട് റിപ്പോർട്ടർ ആയിഷത്തുൽ ഷംന താക്കോൽദാനം നിർവഹിച്ചു. 24 കണക്റ്റിനും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും നന്ദി പറഞ്ഞു കുടുംബം. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 ന്യൂസ് ചാനലും കൂടി ഞങ്ങൾക്ക് നല്ലൊരു ഭവനം തന്നതായിട്ട് നന്ദിയും കടപ്പാടുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജയപ്രസാദ് സാറ് നന്നായി ഫാമിലി മെമ്പറിനെ പോലെ ഒരു സ്വന്തം ചേട്ടനെ പോലെ സഹായിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും.
അതുപോലെ തന്നെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. 24 കണക്ട് പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ജയപ്രകാശ് നാട മുറിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പാവപ്പെട്ടവരെ കണ്ടുവിട്ട് 24 ചാനൽ ചിറ്റപ്പോൾ ഇങ്ങനെ പാവപ്പെട്ട അർഹതപ്പെട്ടവരാണ് ഇവർക്കൊരു ഭവനം കിട്ടിയതിൽ അതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 24 ചാനലിനോടും ചിറ്റപ്പള്ളിയോടും തീരാത്ത കടപ്പാടും നന്ദി സ്നേഹമൊക്കെ ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. 24 പാലക്കാട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. വിമാനത്താവളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി രാത്രി 7:20 പാളയം LMS കോമ്പൗണ്ടിൽ നടക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിൽ മുഖ്യാതിഥിയാകും. തുടർന്ന് ലോക് ഭവനിൽ താമസിക്കുന്ന ഉപരാഷ്ട്രപതി നാളെ രാവിലെ 10 മണിക്ക് വർക്കല ശിവഗിരിയിൽ 93ാമത് ശിവഗിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 12:05 മാർ ഇവാനിയോസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 1:25 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം തിരികെ പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.